dear students, Jasim sir on chapter number 3 data structures. ഒരുപാട് അൽഗോരിതംസ് ഉണ്ട് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതം പുഷും പോപ്പും തന്നെയാണ് സ്റ്റാക്കിൻ്റെ. അതുപോലെ ക്യൂവിൻ്റെ കേസിൽ ഇൻസേർഷനും ഡിലീഷനും തന്നെയാണ്. അതോടൊപ്പം ലിങ്ക്ഡ് ലിസ്റ്റിൽ 4 അൽഗോരിതംസ് ഉണ്ട്: ക്രിയേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ട്രാവേഴ്സൽ. എല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാക്ക് ആണ്. സ്റ്റാക്കിൻ്റെ കേസ് എന്താണെന്നറിയാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എലമെൻസ് ആണ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് വൺ എൻഡ് ആണ്. ഒരൊറ്റ എൻഡിൽ ഇൻസേർഷനും ഡിലീഷനും സംഭവിക്കണം. അതിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക്. ആ എൻഡിനെ പറയുന്ന പേരാണ് ടോസ് എന്ന് പറയും, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അവിടെ ഓടുന്ന പ്രിൻസിപ്പിളാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് ഫസ്റ്റ് ഔട്ട് ആവണം. ലിഫോ സ്ട്രക്ചർ അവിടെ തീർന്നു. മൂവ് ചെയ്യാം. അതിൻ്റെ അൽഗോരിതംസ് ആണ്. 2 അൽഗോരിതമാണ് പഠിക്കാനുള്ളത്. ഒന്ന് പുഷിൻ്റെ അൽഗോരിതം ഉണ്ട്, പോപ്പിൻ്റെ അൽഗോരിതം ഉണ്ട്. പുഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസേർട്ട് ചെയ്യലാണ്. എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പം ആദ്യമായിട്ട് വേണ്ടത് സ്റ്റാർട്ടാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫുള്ളാണെങ്കിൽ, ഫുള്ളല്ല എന്ന് പറഞ്ഞാൽ അവിടെ എലമെൻറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ഥലമുണ്ട്, 9 ഉണ്ട്, 2 ഉണ്ട്. ഇതാണ് ടോസ് പൊസിഷൻ. അത് ഫുള്ളെത്തിയില്ല, ഫുള്ളല്ല എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ഈ ആരോ മാർക്ക് ഒന്ന് മുകളിലോട്ട് അപ്പ് ചെയ്താൽ മതി. ടോസ് ഈസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. അവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ഇതൊരു ടീമാണ്. അതല്ല എങ്കിൽ എൽസ്. ഫുള്ളാണെങ്കിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫുള്ളാണ് കേസ്. ഇവിടെ 6 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. അന്നേരം ടോസ് മാക്സിമം എത്തിയിട്ടുണ്ട്. മാക്സിമം എത്തിയാൽ സ്റ്റാക്ക് ഓവർഫ്ലോ. ഇതിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് വേർഷനാണ് എം ടി ആണെങ്കിൽ, അല്ലേ? അണ്ടർ ഫ്ലോൻ്റെ കേസ് പോപ്പാണ്. പോപ്പ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ് റിമൂവ് ചെയ്യാണ്. എലമെൻറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ എലമെൻറ്റ് ഉണ്ടെങ്കിലല്ലേ റിമൂവ് ചെയ്യുള്ളൂ. എലമെൻറ്റ് ആരുമില്ല എങ്കിൽ ടോസിൻ്റെ വാല്യൂ എവിടെ ഉണ്ടാവുക? -1 ഉണ്ടാവുക. അപ്പോൾ ടോസ് എങ്ങാനോ ഗ്രേറ്റർ ദാൻ -1 ആണ് എങ്കിൽ അവിടെ എലമെൻറ്റ്സ് ഉണ്ട്. ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണ്, എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റ് റിമൂവ് ചെയ്യാം. വാല്യൂ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്. അവിടുന്ന് റിമൂവ് ചെയ്തു. അന്നേരം ആരോ മാർക്ക് ഒന്ന് ഡൗൺ ചെയ്യണം. ടോസ് ഈസ് ഈക്വൽ ടു ടോസ് -1. അവിടെ തീർന്നു. അല്ല എങ്കിൽ ആരുമില്ല എങ്കിൽ ആ കേസിനെ പറയുന്ന പേരാണ് അണ്ടർ ഫ്ലോ. കണ്ട, അണ്ടർ ഫ്ലോ. അവിടെ തീർന്നു. മൂവ് ചെയ്യാം. മറ്റൊരു ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ക്യൂ. ക്യൂവിൻ്റെ പ്രത്യേകത എന്താ? വരി നിൽക്കുകയാണ്. വരി നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ആളുകൾ ഇങ്ങനെ വരുന്നത് ബാക്കിലാണ്, ടിക്കറ്റ് കിട്ടൽ മുമ്പിലാണ്. 2 എൻഡ് ഉണ്ട്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെൻ്റ് എൻഡ് ആണ്. ഇൻസേർഷൻ എൻഡ് ഈസ് കോൾഡ് റിയർ എന്നാ പറയുക ഇൻസേർഷൻ എൻഡിനെ. അതുപോലെ ഡിലീഷൻ എൻഡ് ഈസ് കോൾഡ് ഫ്രണ്ട് എന്ന് പറയും. അവിടെ ഓടുന്ന പ്രിൻസിപ്പിളാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന 2 ഓപ്പറേഷൻ എന്താ? ആളുകൾ വരാം, ഇൻസേർട്ട് ചെയ്യാം. ആളുകൾ റിമൂവ് ചെയ്യാം, ഡിലീഷൻ ആണ്. ഇൻസേർഷൻ ഈസ് കോൾഡ്, അല്ലെ, അൽഗോരിതം ഫോർ ഇൻസേർഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. ഫുള്ളാണ്, എം ടി ആണ്. എം ടി എന്ന് പറയുമ്പോൾ റിയർ ഈക്വൽ ടു -1 ആണ്. ആരുമില്ലാത്ത കേസിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു എലമെൻറ്റ് ഞാൻ കയറ്റിയിരുത്തി. ആ ഒരു എലമെൻറ്റ് കയറ്റിയാൽ അയാൾ തന്നെയാണ് ഫ്രണ്ട്, അയാൾ തന്നെ ബാക്ക്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. അവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാല്യൂ. അതല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ട്. അവിടെ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ റിയർ n-1 ആണ്. ഫുള്ളായിട്ടില്ല എങ്കിൽ റിയർ ഈക്വൽ ടു റിയർ ഒന്ന് അപ്പ് ചെയ്യാം. റിയർ ഈക്വൽ ടു റിയർ +1. അവിടെ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അല്ല, ഫുള്ളായി കിടന്നാൽ പിന്നെ എന്താ പറയുക? ഓവർഫ്ലോ. എൽസ് പ്രിന്റ് ക്യൂ ഓവർഫ്ലോ. എൻ്റെ അൽഗോരിതം പറയാം, എൻ്റെ ടെക്സ്റ്റ് ബുക്കത്തെ അൽഗോരിതമാണ്. n അല്ല, n-1 ആണ്. മൂവ് ചെയ്യാം. ഡിലീഷൻ്റെ കേസിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എലമെൻറ്റ് ഉണ്ടെങ്കിലല്ലേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് എവിടെ ഉണ്ടാവുക? ഗ്രേറ്റർ ദാൻ -1 ആണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്. അതോടൊപ്പം ഫ്രണ്ട് റിയറിനെക്കാട്ടിയും ബാക്കിലുമാണെങ്കിൽ അവിടെ എലമെൻറ്റ് ഉണ്ട്. റിമൂവ് ചെയ്യാം. ക്യൂ ഓഫ് ഫ്രണ്ട് വാല്യൂയിലേക്ക് എടുത്ത് അതിൻ്റെ ശേഷം ഫ്രണ്ട് ഒന്ന് മുന്നോട്ട് മാറുക. ഫ്രണ്ടിൽ ഫ്രണ്ട് +1. അതല്ല എങ്കിൽ ആരുമില്ലാത്ത കേസിനെ പറഞ്ഞ പേരാണ് അണ്ടർ ഫ്ലോ. തീർന്നു.
അതിൻ്റെ മറ്റൊരു രൂപമാണ് എങ്ങാനോ ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ട് എങ്ങാനോ ഗ്രേറ്റർ ദാൻ റിയർ ആയാൽ, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയാൽ ആരുമില്ലാത്ത സിറ്റുവേഷനായി അന്നേരം ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. അൽഗോരിതം പഠിച്ചതാണ്. ഇനി മൂവ് ചെയ്യുന്ന മറ്റൊരു കോൺസെപ്റ്റ് ദാറ്റ് ഈസ് കോൾഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? എലമെൻറ്റ് കണക്ട് ചെയ്ത് പോകുന്ന പ്രതിഭാസത്തിൻ്റെ പറഞ്ഞ പേരാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ആദ്യം ഒരു നോഡ്, ആ നോഡ് അടുത്ത നോഡുമായിട്ട് കണക്ട് ചെയ്ത് അടുത്ത നോഡ് അങ്ങനെ അവസാനത്തെ നോഡിൽ ആരുമായിട്ട് കണക്ട് ചെയ്യാനില്ല, അതിനെ പറയുന്ന പേരാണ് നൾ എന്ന് പറയും. ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ നൾ. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റാർട്ട്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡാണ് ഇൻ വിച്ച് ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്. ഡാറ്റ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്, തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന പ്രതിഭാസം. സ്റ്റാർട്ട് ആൻഡ് ഹെഡർ അല്ലേ, അത് കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡാണ്. നമുക്ക് 4 ഓപ്പറേഷൻസ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഓപ്പറേഷനാണ് ക്രിയേഷൻ, ലിങ്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്പറേഷനാണ് ട്രാവേഴ്സൽ, മൂന്നാമത്തെ ഇൻസേഷൻ, നാലാമത്തെ ഓപ്പറേഷൻ ഡിലീഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ക്രിയേഷൻ. എങ്ങനെ ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം? ആദ്യം തന്നെ ക്രിയേറ്റ് എ നോഡാണ്. നോഡ് ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു കാലി ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ബോക്സിൻ്റെ പേരാണ് ടെമ്പ് നോഡ്സ് അല്ലേ. ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ് നമുക്ക് സ്റ്റോർ ദ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്സ്. ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യും. ഡാറ്റ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ സ്റ്റോർ ചെയ്യും, ആരുമായിട്ട് കണക്ഷൻ ഇല്ല, അതിനെ പറഞ്ഞ പേര് നൾ. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ്, അത് ഫസ്റ്റ് നോഡാണെങ്കിൽ സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ സ്റ്റാർട്ട്. ഇത് ഫസ്റ്റ് നോഡാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇത് ഫസ്റ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും, സ്റ്റാർട്ട്. രണ്ടാമത് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് നോഡാണോ? അല്ല. ഫസ്റ്റ് നോഡ് അല്ല എങ്കിൽ ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കും, പുതുതായിട്ട് ഉണ്ടാക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫസ്റ്റ് നോഡ് അല്ല എങ്കിൽ സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക്. ഇതിപ്പോൾ ഓൾറെഡി അല്ല, ഇതല്ല, ഇത് പുതിയതായിട്ട് ഞാൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ ആലോചിക്കടാ. ഇവിടെ ഓൾറെഡി ഞാനുണ്ട്, ഇവിടെ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, എനിക്ക് വേണ്ടത് ഞാൻ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തത് 7 ആണ്. 7 എന്നുള്ള സാധനം വന്നു. 7 ഫസ്റ്റ് നോഡല്ല, അപ്പോൾ 7 ഇവിടെ ഇങ്ങനെ കണക്ഷൻ വന്നു, 7 വന്നു, ഇവിടെ നള്ളാണ്. എനിക്ക് വേണ്ട എന്താ? ഇവിടുന്ന് അങ്ങോട്ട് ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്താ? ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫസ്റ്റ് നോഡ്, ഇത് ഫസ്റ്റ് നോഡല്ല. ഫസ്റ്റ് നോഡ് അല്ല എങ്കിൽ സ്റ്റോർ ഇറ്റ്സ് അഡ്രസ്, ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. എവിടെ സ്റ്റോർ ചെയ്യണം? സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദി പ്രീവിയസ് നോഡ്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള നോഡ് ആരാ? ഇവിടെ തമ്മിൽ സ്റ്റോർ ചെയ്യും അല്ലേ. ദ അഡ്രസ് ഓഫ് ദി പുതിയ നോഡ് അല്ലേ, പുതിയ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും? ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്, തൊട്ട് മുമ്പ്. ഈ പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അണ്ടിൽ അല്ലേ ആസ് ലോങ് ആസ് ദ യൂസർ വാണ്ട്, ആവശ്യമുള്ളത്തോളം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വലുതാവും. ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ്, ഇതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും. എത്രയും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. രണ്ടാമത്തെ പാർട്ട് എന്താ? ട്രാവേഴ്സിംഗ് ആണ്. ട്രാവേഴ്സിംഗ് എന്ന് എന്താ? ആദ്യം മുതൽ അവസാനം വരെ പോകണം. ആദ്യത്തെ ചങ്ങായിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും? സ്റ്റാർട്ടിൽ ഉണ്ടാവും. ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കിട്ടണം. ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് എവിടുന്ന് കിട്ടും? സ്റ്റാർട്ടിൽ നിന്ന് കിട്ടും. ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. അപ്പോൾ ആദ്യത്തെ അഡ്രസ്സിൻ്റെ പേര് ടെമ്പിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? യൂസ് ചെയ്ത് അഡ്രസ് ഇൻ ദ ടെമ്പ്. ആ ടെമ്പത്തെ അഡ്രസ്സ് ഉപയോഗിച്ച് ദ ഡാറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ്സ് സ്റ്റോർ ഇൻ ദ വാല്യൂ. ആദ്യത്തെ ഡാറ്റ പ്രിന്റ് ചെയ്തു, സ്റ്റോർ ചെയ്തു, എവിടെ? വാല്യൂവിൽ സ്റ്റോർ ചെയ്തു. ആൾസോ ഗെറ്റ്. അപ്പം ആ ഫസ്റ്റത്തെ എലമെൻറ്റിൻ്റെ കേസിൽ അതിനെ പറയുന്ന പേരാണ് ടെമ്പ്. ആ ടെമ്പിൻ്റെ ഡാറ്റ വാല്യൂയിലേക്ക് എടുത്ത് ഇവിടെ അഡ്രസ്സ് ഉണ്ടാവും. ആരുടെ അഡ്രസ്സ് ഉണ്ടാവുക? രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ആൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്, ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. അതിനെന്താക്കി മാറ്റുക? ഇതിങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് പോവാണ്. ഇങ്ങനെ ഒരുപാട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട്. ഈ സ്റ്റാർട്ടിൽ എന്താ ഉണ്ടാവുക? ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. ആദ്യത്തെ നോഡ് അഡ്രസ്സ് അത് ടെമ്പാവും. ആ ടെമ്പ് പ്രിന്റ് ചെയ്തതിന് ശേഷം ഈ ടെമ്പ് വെട്ടിയതിന് ശേഷം ഇത് ടെമ്പാവണം. എങ്ങനെ ടെമ്പാവുക? ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ്. കണ്ട, ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ്, ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് ദ നോഡ്. അതെന്താ ചെയ്യണം? സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. അത് ടെമ്പായി മാറും. യെസ്, ഇത് വീണ്ടും ഇത് പ്രിന്റ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂ പ്രിന്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ലിങ്ക് പാർട്ട് വീണ്ടും അടുത്ത ടെമ്പായി മാറും. യെസ്, ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് പോയാൽ ആദ്യം മുതൽ അവസാനം വരെ പോകും. എത്ര വരെ? ഇഫ് ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് നള്ളല്ല എങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ആളുണ്ട്. അല്ല എങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും, അതർവൈസ് സ്റ്റോപ്പ് ചെയ്യാം. അതേ കേസിൽ തന്നെയാണ് ഇൻസേഷൻ്റെ കേസിലും. ഒരു പുതിയ നോഡ് ഉണ്ടാക്കി. ആ പുതിയ നോഡ് ഉണ്ടാക്കുമ്പോൾ ആ പുതിയ നോഡിൻ്റെ പേരാണ് ടെമ്പ് എന്ന് പറയും. അതിൽ 2 പാർട്ടാണ്, ഡാറ്റയുണ്ട്, ലിങ്കുണ്ട്.
സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് ഇൻ ടെമ്പിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തു 8 എന്നുള്ള സാധനം സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് എന്താ, ഓൾറെഡി ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ലിസ്റ്റിലേക്ക് എനിക്ക് ആളെ ആഡ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ എനിക്ക് ആഡ് ചെയ്യണം. പൊസിഷൻ എനിക്കിവിടെ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പെന്ന് എനിക്ക് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. കണക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനെ പറഞ്ഞ പേരാണ് എനിക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കണം. ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോസ്റ്റ് -1ഉം പോസ്റ്റ് +1ഉം. ഇതിൻ്റെ ബാക്കിലുള്ളവനും മുന്നിലുള്ളവനും. അപ്പോൾ എന്താ, ദ ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ്സ് അറ്റ് ദ പൊസിഷൻ പോസ്റ്റ് -1 ആൻഡ് പോസ്റ്റ് +1. പ്രീ നോഡും പോസ്റ്റ് നോഡും സെലക്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യുക. കോപ്പി ദ കണ്ടന്റ് ഓഫ് ടെമ്പ് എവിടെ, ഇൻ ടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദി പോസ്റ്റ് -1 തമ്മിൽ കണക്ഷനായി. ആൻഡ് ദ വിച്ച് ക്യാൻ ബി ആക്സസ് യൂസിങ് പ്രീ നോഡ് ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്ത്. അതേപോലെ ആ ടെമ്പിൻ്റെ അഡ്രസ്സിലേക്ക് എന്ത് ക്യാച്ചണം, പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ലിങ്ക് ചെയ്ത് കൊടുക്കണം. കോപ്പി ദ കണ്ടന്റ് ഓഫ് ദ പോസ്റ്റ് നോഡിൻ്റെ കണ്ടന്റ് എവിടെ പ്ലേസ് ചെയ്യണം, ഇൻ ടു ദി ലിങ്ക് പാർട്ട് ഓഫ് ദി ന്യൂ നോഡ്സ്. ടെമ്പിൻ്റെ ന്യൂ നോഡാണ് ടെമ്പ്, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഡിലീഷനും ഇടയിലുള്ള ആളെ പ്ലേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. പോസ്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തമ്മിൽ ഇവനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്നുള്ള കണക്ഷൻ, ഇവിടെ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അത് നേരെ ഇവിടേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. കോപ്പി ദ കണ്ടന്റ് ഓഫ് ദ പോസ്റ്റ് നോഡ്സ് ഇൻ ടു ദി ലിങ്ക് പാർട്ട് ഓഫ് ദി നോഡ് അറ്റ് ദി പോസ്റ്റ് -1 വിച്ച് ക്യാൻ ബി ആക്സസ് യൂസിങ് ഈ പ്രീ നോഡിനെ പോസ്റ്റ് നോഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതേ ആണ് 4 അൽഗോരിതമാണ്. നോർമൽ രീതിയിൽ ഇൻസേഷനും ക്യൂവിൻ്റെ കേസിൽ 2 ഓപ്പറേഷൻ, ഇൻസേഷനും ഡിലീഷനും. അതുപോലെ സ്റ്റാക്കിൻ്റെ കേസിൽ 2 ഓപ്പറേഷൻ. ഓർത്ത് വെച്ചോ, ഏറ്റവും നല്ലത് ആദ്യത്തെ 4 അൽഗോരിതമാണ്. പുഷും പോപ്പിൻ്റെ അൽഗോരിതം, അതേപോലെ ഇൻസേഷൻ ഡിലീഷൻ്റെ അൽഗോരിതം. ലിങ്ക് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റത് വളരെ എളുപ്പമാണ്. യെസ്, എജുപോർട്ടിൻ്റെ കൂടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോ, സെറ്റാക്കാം. താങ്ക് യു.